ആരെങ്കിലും കണ്ടിടോ? എടോ ഊള സഖാക്കളെ, നിങ്ങളുടെ കാര്യം ഓർത്തിട്ട് എനിക്ക് യഥാർത്ഥത്തിൽ സങ്കടം കിട്ടും. എടോ കമ്മ്യൂണിസ്റ്റുകാരെന്നൊക്കെ പറഞ്ഞ സത്യത്തിന്റെ കൂടെ നിൽക്കുന്നവരാണോ? സത്യത്തിന്റെ നീതിയുടെ കൂടെ നിൽക്കേണ്ടവരാണ്, അല്ലെങ്കിൽ നിൽക്കുന്നവരായിരിക്കണം കമ്മ്യൂണിസ്റ്റുകാർ. അതെങ്കിലും മനസ്സിലാക്കണോ ഊള കമ്മികളെ. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ. നിങ്ങളുടെ പത്രത്തിൽ പറയുന്നു വീണ ജോർജിനെ ആരാടോ ആക്രമിച്ചത്, ആരാടോ കണ്ടത്? അവസാനത്തെ യൂത്ത് കോൺഗ്രസ്സുകാര്, വ്യത്യസ്ത യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റികളൊക്കെ സമ്മാനം പ്രഖ്യാപിക്കുകയാണ്. നമ്മുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയാണെന്നും ഒരു പവൻ സമ്മാനം, പിന്നെ ആരാണ് ഒരു ലക്ഷം സമ്മാനം വേറെ ആരോ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ 25,000 50,000 എന്നൊക്കെ പറഞ്ഞിട്ട് ഏതൊരാൾ കുഴിമന്തി, വയറു നിറച്ചും കുഴിമന്തി എന്ത് ചെയ്താൽ മതി എന്നറിയോ? വീണ ജോർജിനെ ഈ പറയുന്ന KSUക്കാർ ആക്രമിക്കുന്ന ഒരു വിഷ്വൽ അതാരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഇത്രയും സമ്മാനങ്ങൾ, ഇത്ര എന്താ പറയാ, ഇത്ര ധൈര്യത്തോടെ കേരളത്തിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്നിട്ടും പറയുകയാണ്, ഈ കള്ളപ്പത്രം പറയുകയാണ്, മന്ത്രിയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച നേതാക്കൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു. കൊല്ലടാ എന്ന് ആക്രോശിച്ചാണ് അക്രമി സംഘം മന്ത്രിക്ക് നേരെ പാഞ്ഞെടുത്തത് എന്ന് FIR-ൽ പറയുന്നു. ഈ FIR-ൽ പറയുന്നതാണ് കൊല്ലടാ എന്ന് ആക്രോശിച്ചുകൊണ്ട്. അവിടെ നിൽക്കുന്ന ആരും കേട്ടിട്ടില്ല. അവിടുത്തെ ദൃശ്യങ്ങൾ പകർത്തിയ, അവിടുത്തെ ശബ്ദങ്ങൾ പകർത്തിയ ആ വീഡിയോ വ്യത്യസ്ത ചാനലുകളിലൂടെ കേട്ട നമ്മൾ ആരും കൈരളി TV-യിലോ റിപ്പോർട്ടർ TV-യിലോ ഒന്നും നമ്മളിത് കൊല്ലടാ എന്നുള്ള ആക്രോശം നമ്മൾ കേട്ടിട്ടില്ല. അങ്ങനെ വല്ലതുണ്ടായിരുന്നെങ്കിൽ അത് നമ്മളെ കേൾപ്പിക്കേണ്ടിയിരുന്നത് കൈരളി TV-യോ അതിനേക്കാൾ മുമ്പേ റിപ്പോർട്ടർ TV-യോ ആയിരിക്കും. അറിയാലോ, റിപ്പോർട്ടർ TV-യിലെ അരുൺകുമാർ പോലും പറഞ്ഞത് മന്ത്രിക്കെതിരെ ആക്രമണം ഉണ്ടായിട്ടില്ല എന്ന് തൽക്കാലം നമ്മൾ വിശ്വസിക്കണം. കാരണം അതിനുള്ള വിഷ്വൽസ് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ FIR-ൽ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. കാരണം എന്താണെന്നറിയോ? പ്രതികളുടെ കയ്യിലുണ്ടായിരുന്ന ആയുധം ഉപയോഗിച്ചാണ്. ശ്രദ്ധിക്കണം നിങ്ങൾ, കള്ളത്തരം ഏത് വരെ പോകുന്നു. പ്രതികളുടെ കയ്യിലുണ്ടായിരുന്ന ആയുധം എന്തായുധമാണോ? ഈ ആയുധത്തിന് പേരില്ലേ? പ്രതികളുടെ കയ്യിലുണ്ടായിരുന്ന ആയുധം ഉപയോഗിച്ചാണ് കഴുത്തിന് ആക്രമിച്ചത് എന്ന് ഗൺമാൻ ആരാ പറയോ MS അഭിലാഷ് മൊഴി നൽകിയിട്ടുണ്ട്. വീണ ജോർജിന്റെ ഗൺമാൻ MS അഭിലാഷിന്റെ മൊഴിയാണത്രേ പ്രതികളുടെ കയ്യിലുള്ള ആയുധം കൊണ്ട്. എടോ ഊള അഭിലാഷേ, ഈ ആയുധത്തിന് പേരില്ലടോ. ഇവരുടെ കയ്യിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഇടിക്കട്ടയായിരുന്നോ? ആണോ? കൊടുവാളായിരുന്നോ? വടിവാളായിരുന്നോ? ഇതൊക്കെ പരിചയം നിങ്ങൾക്കാണല്ലോ. വടിവാളും കൊടുവാളും കത്രികയും ഒക്കെ പരിചയം നിങ്ങൾക്കായിരുന്നല്ലോ. എന്തായിരുന്നടോ അക്രമികളുടെ കയ്യിലുണ്ടായിരുന്ന ആയുധം? അതെങ്കിലും പറയടോ. ഏതായാലും ഇത്രയും കള്ളത്തരം പറഞ്ഞു. ഇത്രയും കള്ളത്തരം പറഞ്ഞ സ്ഥിതിക്ക് ഇവരുടെ കയ്യിൽ കഠാരയുണ്ടായിരുന്നു, ഇവരുടെ കയ്യിൽ വടിവാളുണ്ടായിരുന്നു, ഇവരുടെ കയ്യിൽ ഇടിക്കട്ടയുണ്ടായിരുന്നു, ഇവരുടെ കയ്യിൽ ബോംബുണ്ടായിരുന്നു. പറയടോ, പറയടോ. ഇത്രയും പറഞ്ഞില്ലേ? ബോംബുമായി ചാവേറുകൾ, അങ്ങനെ പറ. എന്താ കുറേയും കൂടി ഇതിനൊരു എന്താ പറയാ, ഒരു വൈബ് കിട്ടിയില്ലേ അല്ലേ? നമ്മുടെ KSUവിന്റെ 4 പേർ അല്ലെങ്കിൽ 5, ഇവര് പറയുന്ന 5 ആണ്, ശരി, 5 യുവാക്കൾ ബോംബുമായി അല്ലെ, ചാവേർ ആക്രമണം. ബോംബ് പൊട്ടിച്ചു. ബോംബ് പൊട്ടിച്ചപ്പം കഴുത്ത്, അവസാനം മെഡിക്കൽ റിപ്പോർട്ട്, MRI റിപ്പോർട്ട് ഒന്നുമില്ല. ഇതാ കശേരിക്കളുടെ ഇടയിൽ എന്തോ ഒരു ഡിസ്ലൊക്കേഷൻ. അത് കഴുത്ത് വെട്ടിച്ചാലും ബഹളത്തിനിടയിൽ പെട്ടാലൊക്കെ കഴുത്ത് എന്ത് ചെയ്യും? കഴുത്ത് അനാവശ്യമായി കഴുത്തിങ്ങനെ, വീണ ജോർജിന് അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വഭാവമുണ്ട് അല്ലേ? കഴുത്തിങ്ങനെ ഉരുട്ടി എന്ന് പറഞ്ഞാൽ തന്റെ കഴുത്തിന് മുകളിലാണ് ഈ ഭൂലോകം തിരിയുന്നത് എന്ന് വിചാരിക്കുന്ന അന്തംഗമ്മികളുടെ പ്രതീകമാണ് വീണ ജോർജ്. നടക്കുന്നത് കണ്ടിട്ടില്ലേ? ഈ ലോകം മുഴുവൻ ഞാനാണ്, ഞാൻ പറയുന്നതിനപ്പുറമൊന്നുമില്ല, കാരണഭൂതത്തെക്കാൾ അപ്പുറമാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് തലയുരുട്ടിക്കൊണ്ട് നടക്കുന്നത്. തലയുരുട്ടിക്കൊണ്ട് നടക്കുമ്പോ കഴുത്തുളുക്കും. അതൊക്കെ സ്വാഭാവികമാണ്. അതിന് ഇടിക്കട്ട കൊണ്ട് ഇടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഈ അഭിലാഷിനെതിരെ, ഈ ഗൺമാനെതിരെയൊക്കെയാണ് കേസെടുക്കേണ്ടത് കേട്ടോ. ഒരു കേരളീയ സമൂഹത്തെ കലാപ കലുഷിതമാക്കുന്നത് എന്നിട്ട് പറയുന്നത് കോൺഗ്രസ്സുകാരാണ്, VD സതീശനാണ്, സണ്ണി ജോസഫാണ്, അല്ലെങ്കിൽ KSUക്കാരാണ് എന്നൊക്കെയാ പറയുന്നത്. ശരിക്ക് കേരളത്തെ കലാപഭൂമിയാക്കുന്നത് ഇമ്മാതിരി അന്തംഗമ്മികളാണ്.
MS അഭിലാഷിന്റെ ഈ ഈ ഈ ഈ മൊഴിയുണ്ടല്ലോ, ഈ മൊഴിയാണ് കേരളത്തെ കലാപഭൂമിയാക്കുന്നത്. അന്തംഗമ്മികളുണ്ട്, അന്തംഗമ്മികൾ ഇത് വിശ്വസിക്കും. അന്തംഗമ്മികൾ നമ്മളെ അഖിൽമാരാര് പറഞ്ഞ പോലെ നായ്ക്കാട്ടം സ്പൂണിൽ കോരിയെടുത്ത് ഇത് ചോക്ലേറ്റ് ആണെന്ന് പറഞ്ഞാൽ രുചിയോടെ തിന്ന് ആഹാ എന്തൊരു മധുരം എന്ന് പറയുന്ന അന്തംഗമ്മികളുള്ള നാടാണിത് കേട്ടോ. അഖിൽമാരാർ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ്, വളരെ ശരിയാണത്. ഒരു സ്പൂണിൽ ഇങ്ങനെ കോരിയെടുത്താൽ മതി നായ്ക്കാട്ടം, നല്ല ഉണങ്ങിയ കാഡ്ബറീസ് ആണെന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ ആണെന്ന് പറയും. പക്ഷെ കൊടുക്കുന്നത് ആരായിരിക്കണം? കൊടുക്കുന്നത് പിണറായി വിജയനായിരിക്കണം, അല്ലെങ്കിൽ MV ഗോവിന്ദനായിരിക്കണം, ചുരുങ്ങിയ പക്ഷം വീണ ജോർജോ അല്ലെങ്കിൽ വീണ വിജയനോ ആയിരിക്കണം. എങ്കിൽ അന്തംഗമ്മികൾ രുചിയോടെ തിന്നും. അതാണ് കേരളം. കേരളത്തെ ഇത്രമേൽ നശിപ്പിക്കുന്നത് ഈ അന്തംഗമ്മികളാണ്. അല്ലെ, ഇതൊക്കെ അച്ചടിച്ചു വെക്കാനുള്ള പറ്റൊരു ഉളുപ്പ് നോക്കണം നിങ്ങൾ. ലോകം മുഴുവൻ കണ്ട ഒരു ദൃശ്യം, എന്നിട്ട് പറയണം കൊല്ലടാ എന്ന് പറഞ്ഞ് ആയുധം ഉപയോഗിച്ചാണ്. ലോകത്ത് ആദ്യമായിട്ടായിരിക്കും ആയുധത്തിന് പേരില്ലാത്തത്, ആയുധം. എന്നിട്ട് പറയാണ് VD സതീശനാണ് നുണയൻ, VD സതീശൻ നുണ പറയുക. നമ്മളിപ്പം കുറച്ച് കഴിഞ്ഞ ആഴ്ച മുതലാണ് തോന്നുന്നു ഈ VD സതീശന്റെ നുണകൾ എന്ന പേരിൽ DYFIക്കാര് ഒരു കോപ്രായം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് VD സതീശൻ നുണ പറയുന്നതിൽ ആശാനാണ്, VD സതീശന്റെ നുണകൾ എന്ന് പറഞ്ഞിട്ട് ഇവരൊരു മത്സരം സംഘടിപ്പിക്കുക. ഒരു 2 മിനിറ്റിനുള്ളിൽ VD സതീശൻ ഇതുവരെ പറഞ്ഞ കുറെ കാര്യങ്ങൾ, VD സതീശൻ പറഞ്ഞ കാര്യങ്ങൾ 99% പച്ചപ്പരമാർത്ഥമാണ്. ഇത് കേരളത്തിൽ എല്ലാവർക്കും അറിയാം. പക്ഷേ CPM പറയുന്നത് അത് മുഴുവൻ നുണയാണെന്നാണ്. അങ്ങനെ VD സതീശൻ പറയുന്ന നുണകൾ ഇവരിങ്ങനെ പറയിപ്പിക്കുകയാണ്. കാരണം ഈ CPMകാരുടെ ഒരു തന്ത്രം എന്ന് പറഞ്ഞാൽ കള്ളത്തരം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ട്, നിരന്തരം കള്ളത്തരങ്ങൾ ആവർത്തിച്ചുകൊണ്ട് സത്യത്തെ കള്ളമാക്കി മാറ്റുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ലൈൻ. അതിന്റെ ഭാഗമായിട്ട് അങ്ങനെ ചെയ്തത്. പക്ഷെ അതിപ്പോൾ പൊളിഞ്ഞു പോയി. അതായത് നേരത്തെ ഈ സതീശന്റെ നുണകൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ കുറെ നിഷ്പക്ഷരായ ആൾക്കാർ സതീശൻ ചിലപ്പോൾ നുണയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നേ. ഏറ്റവും അവസാനം വീണ ജോർജിന്റെ ഈ കാര്യം വന്നപ്പോൾ ജനങ്ങൾക്ക് മുഴുവൻ മനസ്സിലായി കള്ളം പറയുന്നത് ആരാണ് എന്ന്. എനിക്ക് തോന്നുന്നു വീണ ജോർജിന്റെ ഈ ഒരു നാടകം കളിയുണ്ടല്ലോ, വീണ ജോർജിന്റെ ഈ നാടക അഭിനയം സംവിധാനം ആരാണ്? മറന്നു പോകരുതേ, സംവിധാനം നമ്മളെ ഷംസീർ കാക്കയുടെ സംവിധാനത്തിന് കീഴിൽ, ഷംസീർ കാക്കയുടെ തിരക്കഥക്ക് കീഴിൽ വീണ ജോർജ് തകർത്തഭിനയിച്ച ഈ നാടകം, അതിലൂടെ ഇവിടുത്തെ പ്രേക്ഷകര് മനസ്സിലാക്കിയ കാര്യം CPMന്റെ നുണകളെ കുറിച്ചാണ്. കാരണം എന്താണെന്നറിയോ? നമ്മൾ സാധാരണ പറയാം, നമ്മൾ നമ്മുടെ കണ്ണുകളെയാണ് വിശ്വസിക്കുക, അല്ലേ? നമ്മുടെ കൺമുന്നിൽ കണ്ട ഒരു യാഥാർത്ഥ്യം, അതാണ് നമ്മൾ വിശ്വസിക്കുക. നമുക്ക് ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ എന്താ പറയാ, നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ കണ്ണുകളാണ്, നമ്മുടെ കാഴ്ചയാണ്, നമ്മുടെ കണ്ണിന്റെ മുന്നിൽ നടന്നൊരു സംഭവം. അതിലപ്പുറം ഒന്നുമില്ല. കണ്ടത് വിശ്വസിക്കുക, അല്ലേ? കേട്ടത്, കണ്ടത്, അനുഭവിച്ചത്, അതൊക്കെയാണ് നമ്മൾ വിശ്വസിക്കുക. ജനങ്ങൾ മുഴുവൻ കണ്ടതാണ്, അല്ലേ? ഈ ലോകത്തുള്ള, കേരളത്തിൽ മാത്രമല്ല കേട്ടോ, ലോകത്തുള്ള ജനങ്ങൾ മുഴുവൻ കണ്ടതാണ്. 1 or 2 ക്യാമറകളല്ല, നമ്മുടെ കേരളത്തിലെ വ്യത്യസ്തങ്ങളായ ദൃശ്യ മാധ്യമങ്ങളുടെ ഏതാണ്ട് ഒരു 30ഓളം ക്യാമറകൾ, റെയിൽവേ സ്റ്റേഷനിലെ CCTV ക്യാമറകൾ, ഇത് മുഴുവനും കണ്ണു തുറന്ന് ദൃശ്യങ്ങൾ പകർത്തുകയാണ്. അതിലൊരിടത്തും വീണ ജോർജിന്റെ സമീപത്ത് പോലും KSUവിന്റെ ഈ പ്രതിഷേധക്കാർ, KSUവിന്റെ ഗുണ്ടകൾ, KSUവിന്റെ ക്രിമിനലുകൾ എന്നൊക്കെയാണ് സഖാക്കൾ പറയുന്നത്. ഇവരുടെ പറച്ചിൽ കേട്ടാൽ വിചാരിക്കും കേരളത്തിൽ ആദ്യമായിട്ടാണ് കരിങ്കൊടി പ്രകടനം നടത്തുന്നതെന്ന്. കരിങ്കൊടി പ്രകടനത്തിന്റെ ഉപജ്ഞാതാക്കളും അതിന്റെ കുത്തക അവകാശക്കാരും CPMകാരാണ് എന്ന് വളരെ കൃത്യമാണല്ലോ. അതിലാർക്കും സംശയമില്ലല്ലോ. CPMകാർക്ക് പോലും സംശയമില്ലല്ലോ. കോൺഗ്രസ്സുകാര് ഒരു 4 യുവാക്കൾ അവിടെ ചെയ്തത്, അവർ കരിങ്കൊടി വീശി പ്രതിഷേധം എന്ന് പറഞ്ഞു. ഇത് നമ്മളൊക്കെ കേട്ടതാണ്. ആ വീഡിയോ ഓഡിയോ കൂടി പകർത്താവുന്ന ഈ ക്യാമറകളാണ്, ഈ വീഡിയോ ക്യാമറകളാണ് ആ ദൃശ്യങ്ങൾ അത്രയും പകർത്തിയത്. അവിടെ നമ്മൾ കാണുന്നത് 30ഓളം പോലീസുകാരുടെ സംരക്ഷണയിൽ ആരോഗ്യമന്ത്രി, വനിതാ പോലീസുകാരടക്കം 30ഓളം പോലീസുകാർ,
ആരോഗ്യമന്ത്രിയുടെ, അതായത് നമ്മുടെ വീണ ജോർജിന്റെ ഗൺമാൻ. അപ്പോഴാണ് 4 യുവാക്കൾ കരിങ്കൊടി വീശിക്കൊണ്ട് പ്രതിഷേധം 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 അല്ലേ? നമുക്ക് എല്ലാവർക്കും ഇല്ലേ പ്രതിഷേധം? കേരളത്തിലെ ആരോഗ്യ രംഗത്തെ ഇത്തരം ഈ രീതിയിൽ ആ സിസ്റ്റത്തെ മുഴുവൻ തകർത്തതിൽ എല്ലാവർക്കും ഉണ്ട്. കേരളത്തിലെ മൊത്തം ആൾക്കാർക്കുണ്ട് പ്രതിഷേധം. ഇവരൊക്കെ കാത്തിരിക്കുന്നത് കേരളത്തിലെ മൊത്തം ആൾക്കാർക്കും വീണ ജോർജിന്റെ അടുത്ത് പോയി കണ്ട് പ്രതിഷേധം 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 എന്ന് പറയാനുള്ള ഒരു സൗകര്യമില്ലാത്തതുകൊണ്ട് ഇവർ കാത്തിരിക്കുകയാണ് അടുത്ത തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട്. 2 മാസം കൂടി കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരും വീണ ജോർജിനെതിരെ, വീണ ജോർജിന്റെ ഈ പറയുന്ന വകുപ്പിനെതിരെ, വകുപ്പിന്റെ സിസ്റ്റത്തിനെതിരെ അവർ വോട്ട് ചെയ്യും. കാരണം അവർക്ക് ആവശ്യം മികച്ച ആരോഗ്യരംഗമാണ്. കേരളം എന്ന് പറഞ്ഞാൽ മികച്ച ആരോഗ്യ പരിപാലനം നടത്തിക്കൊണ്ടിരുന്ന സംസ്ഥാനമായിരുന്നു അല്ലേ? അതാകെ കുട്ടിച്ചോറാക്കി. ഇതിവിടുത്തെ കുട്ടികൾക്ക് പോലും അറിയാവുന്ന കാര്യമാണ് അല്ലേ? ഇതിന്റെ ഉള്ളിൽ തന്നെയുള്ള ആൾക്കാരാണ് പറഞ്ഞത്. ഡോക്ടർ ഹാരിസ് ചിറക്കൽ, മറന്നുപോകരുത് ആ പേര് കേട്ടോ. ഡോക്ടർ ഹാരിസ് ചിറക്കലാണ് തൻ്റെ ഇടത്തോടെ വന്ന് പറഞ്ഞത് ഇവിടുത്തെ ഈ സിസ്റ്റത്തിലെ കെടുകാര്യസ്ഥത, ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഇല്ലാത്ത അവസ്ഥ, ചികിത്സാ സംവിധാനങ്ങൾ ഇല്ലാത്ത അവസ്ഥ. എന്നിട്ട് എന്താ ചെയ്തത്? ആ സത്യം പറഞ്ഞ ഹാരിസ് ഡോക്ടറെ കള്ളനാക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്തു കൂട്ടിയ തോന്നിയ അവസരങ്ങളല്ലേ? ഏതൊരു ഉപകരണം കാണാനില്ല എന്ന് പറയുന്നു. അവസാനം ഇവർ പറഞ്ഞത് മുഴുവൻ, ഇവർ ചെയ്തത് മുഴുവൻ കള്ളത്തരാണെന്ന് തെളിയുകയും ഹാരിസ് ഡോക്ടർ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. കാരണം അയാൾ സത്യം വിളിച്ചു പറഞ്ഞു. കാരണം സത്യം വിളിച്ചു പറയാൻ പാടില്ല. പോലീസില് സത്യങ്ങൾ വിളിച്ചു പറഞ്ഞ എന്താ ഉമേഷ് അല്ലേ? ഉമേഷ് വള്ളിക്കുന്ന്, അയാളെ പിരിച്ചുവിട്ടു. അപ്പോൾ ഇവിടെ ആരും സത്യം പറയാൻ പാടില്ല, കള്ളത്തരം മാത്രമേ പറയാൻ പാടുള്ളൂ. വി ഡി സതീശന്റെ നുണകൾ എന്നല്ല ഡിവൈഎഫ്ഐക്കാരെ നിങ്ങൾ പറയേണ്ടത്. നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു പരിപാടി നടത്തേണ്ടത് പിണറായി വിജയന്റെ കള്ളത്തരങ്ങൾ, അല്ലെങ്കിൽ വീണ ജോർജിന്റെ കള്ളത്തരങ്ങൾ, അല്ലെങ്കിൽ എം വി ഗോവിന്ദന്റെ കള്ളത്തരങ്ങൾ. ഇവരൊന്നും പറഞ്ഞതിൽ കൂടുതൽ കള്ളത്തരമൊന്നും വി ഡി സതീശനല്ല, ലോകത്താരും പറഞ്ഞിട്ടില്ല. ഏറ്റവും പുതിയ ഇന്നത്തെ വാർത്തകളിൽ നമ്മൾ നോക്കിയാൽ ഇന്നലെ എം വി ജയരാജനൊക്കെ പറഞ്ഞ കാര്യമുണ്ടല്ലോ. കെ രാഗേഷ്, എം വി ജയരാജൻ എന്തൊക്കെയാ പറഞ്ഞത്? വീണ ജോർജിന്റെ എന്താ പറയാ വധിക്കാൻ ആ കൊലപാതക ശ്രമം, ചാവേർ പടയാളികൾ പറയുന്നതിന് ഒരു ലക്കുലകാനുമില്ല. യൂത്ത് കോൺഗ്രസിന്റെ ചാവേർ പടയാളികൾ ഇരച്ചു കയറി വന്നു. ഇതാ ഇനി ഏറ്റവും വലിയ രസം, ദേശാഭിമാനിയുടെ കള്ളങ്ങൾ പറയാൻ തുടങ്ങിയാൽ നമുക്ക് ഇന്ന് പറഞ്ഞാലും തീരില്ല. ഈ പത്രത്തിലെ കള്ളത്തരങ്ങൾ പറയാൻ തുടങ്ങിയാൽ തീരില്ല. അതുകൊണ്ട് അതിലേക്ക്, ആ സാഹസത്തിലേക്ക് ഞാൻ മുതിരുന്നില്ല കേട്ടോ. 5 പേർക്കെതിരെ വധശ്രമത്തിന് കേസ്, കൊല്ലട എന്ന് ആക്രോശിച്ച് പാഞ്ഞെടുത്തു. ഏറ്റവും വലിയ കള്ളയെ. അത് വാർത്ത എങ്ങനെയാണ്? മന്ത്രിയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച 5 KSU നേതാക്കൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു. ആ വാചകങ്ങളുടെ കൺസ്ട്രക്ഷൻ ശ്രദ്ധിക്കണേ. മന്ത്രിയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച ആരെങ്കിലും കണ്ടിടോ? എടോ ഊള സഖാക്കളെ, നിങ്ങളുടെ കാര്യം ഓർത്തിട്ട് എനിക്ക് യഥാർത്ഥത്തിൽ സങ്കടം കിട്ടും. എടോ കമ്മ്യൂണിസ്റ്റുകാരെന്നൊക്കെ പറഞ്ഞ സത്യത്തിന്റെ കൂടെ നിൽക്കുന്നവരാണോ? സത്യത്തിന്റെ നീതിയുടെ കൂടെ നിൽക്കേണ്ടവരാണ്, അല്ലെങ്കിൽ നിൽക്കുന്നവരായിരിക്കണം കമ്മ്യൂണിസ്റ്റുകാർ. അതെങ്കിലും മനസ്സിലാക്കണോ ഓള കമ്മികളെ? അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ.